ഒരു ദിവസം വൃന്ദാവനത്തിൽ എല്ലാവരും ഒരു പൂജ ചെയ്യാൻ വേണ്ടി റെഡിയാക്കുന്നത്. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്ത് പൂജ ഇത്? അപ്പൊ എല്ലാരും പറഞ്ഞു, ഇത് ഇന്ദ്രനല്ലേ നമുക്ക് മഴ തരുന്നത്, അപ്പം ഇന്ദ്രനെ സന്തോഷിപ്പിക്കേണ്ട പൂജയാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നമുക്കെല്ലാം തരുന്നത് ഗോവർദ്ധനല്ലേ, അപ്പൊ ഗോവർദ്ധനല്ലേ പൂജ ചെയ്യേണ്ടത്. അത് ശരിയാന്ന് തോന്നി എല്ലാരും ഗിരിയജ്ഞ ചെയ്തു. ഇതറിഞ്ഞ ഇന്ദ്രന് ഭയങ്കര ഇൻസൾട്ടഡ് ഫീലായി. ഭയങ്കര കാറ്റും മഴയും സ്റ്റാർട്ട് ചെയ്തു. കൃഷ്ണനും ഇതൊരു ചാലഞ്ചാക്കി എടുത്തു. കൃഷ്ണൻ എന്ത് ചെയ്തു? ഗോവർദ്ധന അപ്രൂട്ട് ചെയ്ത്, 7 വയസ്സുള്ള കുട്ടിയാണ്. ഗോവർദ്ധന അപ്രൂട്ട് ചെയ്ത് കൃഷ്ണന്റെ ചെറിയ വിരലിൽ പൊന്തിച്ചു. എന്നിട്ട് എല്ലാവരും ഗോവർദ്ധന്റെ അടിയിൽ വന്ന് നിന്നു. അങ്ങനെ 7 ദിവസം. 7ാമത്തെ ദിവസം ഇന്ദ്രന് തോന്നി, ഇത് സാധാരണ കുട്ടിയല്ല. അങ്ങനെ ക്ഷമ ചോദിച്ചു. മഴയും കാറ്റൊക്കെ നിന്നു. 7 ദിവസം കഴിഞ്ഞപ്പോ കൃഷ്ണൻ ഈ മല താഴെ വെച്ചു. എന്നിട്ട് വന്ന കൃഷ്ണന് ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു. എല്ലാരും കൂടി കൃഷ്ണന് 56 ഡിഷസിന്റെ ഭക്ഷണ കൊടുത്തത്. അതിന് 56 ഭോഗ് എന്ന് പറയും. അപ്പൊ കൃഷ്ണന് പൊതുവെ ജന്മാഷ്ടമിക്കൊക്കെ 56 ഡിഷസിന്റെ ഭക്ഷണമാണ് കൊടുക്കുക. അതായത് 7 ദിവസം, അതായത് 7 ദിവസത്തിന്റെ കണക്കിന് ഒരു ദിവസം 8 ഡിഷസ് എന്നുള്ള കണക്കില്. മനസ്സിലായോ?